ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് ലെക്ചറായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് മഞ്ചേരിയിലേക്ക് വലിയ താമസമില്ലാതെ എന്നെ മഞ്ചേരിയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അത് 2001 2001 എന്നെ മഞ്ചേരിയിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതുവരെയും ഒരു സ്ഥാപനത്തിൻ്റെയും സ്വതന്ത്ര ചുമതല വഹിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ എന്നെ ഒരു സ്വതന്ത്ര ചുമതലയിൽ ഒരു ജയിലിലേക്ക് സൂപ്രണ്ടായിട്ട് നിയോഗിക്കുന്നത്. മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ആശങ്ക, ഞാൻ ഈ സബ് ജയിലുകളിലൊന്നും ജോലി എടുത്തിട്ടില്ല. സൂപ്രണ്ടായിട്ടാണെങ്കിലും അതിന് മറ്റ് ചുമതലകളൊന്നും ഞാൻ വഹിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയും ഉത്തരവാദിത്തത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാരവും ഒക്കെ കൊണ്ടാണ് ഞാൻ മഞ്ചേരിയിലേക്ക് പോകുന്നത്. മലപ്പുറം ജില്ലയിലെ 4 സബ് ജയിൽ സ്ഥാപനങ്ങളിൽ ഒന്നിൻ്റെ സൂപ്രണ്ടായിട്ടാണ് എന്നെ തീരുമാനിക്കുന്നത്. മഞ്ചേരിയുടെ ഇന്നത്തെ പ്രത്യേകത, അത് കുറേ നാളുകളായിട്ട് അടച്ചിട്ടിരുന്ന ഒരു ജയിലാണ്. അത് തുറന്ന് പ്രവർത്തിക്കുമായിരുന്നില്ല. അത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അടച്ചതാണ്. അപ്പോൾ ഒരു അടച്ച ജയിലിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ജീവനക്കാർ മാത്രമേ ഉള്ളൂ. തടവുകാരെ ആരെയും പാർപ്പിച്ചു തുടങ്ങിയിട്ടില്ല. അവിടുത്തെ പണികൾ ഏതാണ്ട് പൂർത്തിയായി. നേരത്തെ ഉണ്ടായിരുന്ന സെല്ലുകളെല്ലാം അതിൻ്റെ വർക്കെല്ലാം തീർത്തു, പുതിയ കിച്ചണാക്കി. അതുപോലെ തന്നെ ഓഫീസും ഫീമെയിൽ ബ്ലോക്കിൻ്റെയും പണി പൂർത്തീകരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുറക്കാൻ റെഡിയായിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം തുറന്ന് തടവുകാരെ പ്രവേശിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം. അതാണ് എനിക്ക് കിട്ടിയ കർശനമായിട്ടുള്ള നിർദ്ദേശം. മഞ്ചേരിയുടെ പ്രത്യേകത, മഞ്ചേരിക്ക് 1-2-3 ഗുണങ്ങളുണ്ട്. അത് മലപ്പുറത്ത് ഉള്ള ജയിലുകളിൽ ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ജയിലാണത്. കാരണം മലപ്പുറം എന്ന് നമ്മൾ പറയുമ്പോഴും മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയുടെ ഒരു പ്രധാന കേന്ദ്രം. അപ്പോൾ സെഷൻസ് കോടതിയും മറ്റ് കോടതികളും കൂടുതലുള്ളത് മഞ്ചേരിയിലാണ്. കുറേ കോടതികളുണ്ട്. JFCM കോടതികൾ, CJM കോടതി, അതുപോലെ തന്നെ അഡീഷണൽ സെഷൻസ് കോടതികൾ, അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. അതിനോടൊപ്പം മഞ്ചേരി സബ് ജയിലിനോട് ചേർന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. CIയുടെ ഓഫീസ് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ. അതിന് തൊട്ടടുത്താണ് മഞ്ചേരി. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജാണ്, അത് ജില്ലാ ആശുപത്രി പ്രവർത്തിക്കുന്നത് മഞ്ചേരിയിലാണ്. ഒരു ജയിൽ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ അന്വേഷിക്കും. എവിടെയൊക്കെയാണെന്നുള്ളത്. ഒന്ന്, കോടതികൾ എവിടെയാണ് എന്നുള്ള കാര്യം. സെഷൻസ് കോടതിയാണെങ്കിലും ജയിലിലേക്ക് പ്രധാനമായിട്ട് റിമാൻഡ് ചെയ്യുന്ന കോടതികൾ ഏതൊക്കെയാണെന്നുള്ളതും അതടുത്താണോ അകലെയാണോ എന്നുള്ള കാര്യം നമ്മൾക്ക് പെട്ടെന്ന് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ മനസ്സിൽ ആലോചിക്കുന്നൊരു കാര്യമാണത്. 2, പോലീസ് സ്റ്റേഷൻ എവിടെയാണ് എന്നുള്ളത്. കാരണം എല്ലാ കാര്യത്തിനും പോലീസിൻ്റെ സഹായം ജയിൽ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുണ്ട്. 3-മത്തെ കാര്യം, ഈ ആശുപത്രി സൗകര്യം എവിടെയാണ്. ഈ 3 കാര്യങ്ങളും മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ വെളിപ്പാട് അകലെയാണ് എന്നുള്ളത് വലിയൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ജയിലിന് പ്രാഥമികമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. പുതുതായിട്ട് തുടങ്ങണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്ന് വരെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ മഞ്ചേരിയിൽ പ്രവേശിപ്പിക്കേണ്ട തടവുകാരെ പ്രധാനമായിട്ടും അയക്കുന്നത് തിരൂര്, പെരിന്തൽമണ്ണ എന്നീ സബ് ജയിലുകളിലേക്കാണ്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ആ അവസ്ഥയൊന്ന് പരിഹരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും മലപ്പുറം എന്ന് പറയുന്ന കൂടുതൽ തടവുകാരൊക്കെ വരുന്ന ഒരു പ്രദേശമാണെന്നുള്ളത് കൊണ്ടും ഒക്കെയാണ് ഈ ജയിൽ തുറക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും മറ്റ് ചില കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പാത്രങ്ങളുടെ കുറവ്, തടവുകാർക്ക് നൽകേണ്ട പാത്രങ്ങൾ, അതുപോലെ കിച്ചണിൽ ഉപയോഗപ്പെടുത്തേണ്ട പാത്രങ്ങൾ, അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പെർമിറ്റുകൾ, പ്രത്യേകിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ പെർമിറ്റുകൾ ഒക്കെ ഉപയോഗിക്കാത്തത് മൂലം അങ്ങനെ കിടക്കുകയാണ്. പുതുതായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാകണം. പച്ചക്കറി സപ്ലൈ, ഫിഷ്, മട്ടൺ എന്നിവയുടെ സപ്ലൈ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതെല്ലാം ആദ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും അറിയിപ്പ് കൊടുക്കണം. അങ്ങനെ ഈ കോടതികളെല്ലാം അറിയിക്കണം. ഒരുപാട് കോടതികളുള്ള ഒരു സബ് ജയിൽ സ്ഥാപനമായിരുന്നു അന്ന് മഞ്ചേരി. അപ്പോൾ ആ കോടതികൾക്കെല്ലാം ഇനിയും പുതുതായിട്ട് വരുന്ന റിമാൻഡ് ചെയ്യുന്ന തടവുകാരെ ഇവിടേക്ക് അയക്കണം എന്നുള്ള കാര്യം പറയണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ആശുപത്രിക്കുള്ള അറിയിപ്പുകൾ കൊടുക്കണം. പ്രൊബേഷൻ ഓഫീസർമാർക്ക് അറിയിപ്പ് നൽകണം. അപ്പോൾ അങ്ങനെ കുറേ എഴുത്തുകുത്തുകളെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം, അതുമല്ല ഈ വനിതാ ബ്ലോക്ക് ആദ്യമായിട്ട് തുടങ്ങുകയും കൂടെ ചെയ്യുകയാണ്. പുതുതായിട്ട് പണിഞ്ഞതാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അന്ന് അവിടുത്തെ സ്ഥലം MLA, അതുപോലെ തന്നെ സെഷൻസ് ജഡ്ജ് എന്നിവയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനും നന്നാക്കാനും ഒക്കെ എനിക്ക് സാധിച്ച ഒരു സമയമാണത്. അതിനകത്ത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശവാസികളുടെ സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു സഹകരണമുണ്ട്. ഒരു ജയിലെന്ന് പറയുന്ന ഉടനെ
നമ്മൾ സാധാരണ രീതിയിൽ പൊതുജനങ്ങൾ വളരെ അകന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ജയിലുകൾ. അത് വലുതായാലും ചെറുതായാലും ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും ജനങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും അന്വേഷിക്കാറൊന്നുമില്ല. പക്ഷേ ഈ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വളരെ വിഭിന്നമായിരുന്നു. അവിടുത്തെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ, സാധാരണ ആൾക്കാർ, അവർ വെറുതെ ഈ പ്രദേശത്ത് വരുന്ന ആൾക്കാർ ഒന്ന് വന്നിട്ട് സൂപ്രണ്ടിനെ കണ്ട് പരിചയപ്പെട്ട് ജീവനക്കാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോടൊക്കെ ഒരു സലാം വെച്ച് പോകുന്ന ഒരു രീതി പോലും മഞ്ചേരിയിൽ ഞാൻ കണ്ടു. അതെനിക്ക് വലിയ അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇവിടെ ആരെങ്കിലും കാണാനാണോ വന്നത്? അല്ല. ആരെങ്കിലും ഇവിടെ കിടപ്പുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഇവിടെ വന്നു ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനി എന്നുള്ള രീതിയിൽ സൂപ്രണ്ടിനെ ഒന്ന് കണ്ട് ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച് വന്ന അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറ് വിളിക്കണം, ഞങ്ങൾ സഹായിക്കാം. അങ്ങനെ പൊതുജനങ്ങളുടെ സഹായം തേടിയ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങളുമായിട്ട് എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. ഈ സമയത്ത് പോലും മഞ്ചേരിയിൽ പോയാൽ ഒരു രാത്രി എനിക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോഡ്ജോ ഹോട്ടൽ മുറിയോ അന്വേഷിക്കേണ്ടാത്ത സാഹചര്യം ബന്ധവും നിലനിർത്താൻ ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു സ്നേഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇത് വളരെ അപൂർവമായിട്ട് അവിടെ വരുന്ന പല ആൾക്കാർക്കുള്ള അനുഭവം തന്നെയാണ് ഞാനും പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു നാടാണ് മഞ്ചേരി, അല്ലെങ്കിൽ ആ മലപ്പുറത്തിൻ്റെ ഒരു സ്നേഹം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. മഞ്ചേരിയിൽ ഒരു സ്ഥാപന മേധാവി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നതെല്ലാം പരിമിതികളാണ്. പല ആവശ്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ. ഇപ്പോൾ ആവശ്യത്തിനുള്ള വസ്ത്രം കിട്ടുന്നില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പോഴൊക്കെ പൊതുജനങ്ങളിൽ നിന്ന്, അവരുടെ ഒരു സഹായത്തിൽ നിന്ന്, സഹകരണത്തിൽ നിന്ന് സംഭാവനയായിട്ട് ഇത്തരം പാത്രങ്ങളൊക്കെ നമ്മളുടെ ജയിലിലേക്ക് എത്തിച്ചു തന്ന ആൾക്കാരുണ്ട് ഈ പാത്രങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഞാൻ അവിടെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് റംസാൻ നൊയമ്പ് കാലമാണ്. ആ റംസാൻ നൊയമ്പ് കാലത്ത് സാധാരണ രീതിയിൽ ജയിലുകളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, നൊയമ്പ് ആചരണത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും സൂപ്രണ്ടുമാർ. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ നേരത്തെ ഭക്ഷണം രാത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. രാവിലെ ഇപ്പോൾ സാധാരണ ജയിലിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒരു 6 മണിക്കും 7:30ക്കും ഇടയ്ക്കുള്ളൊരു സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റ് 6 മണിക്കും 7:30ക്കും ഇടയ്ക്ക് വിതരണം ചെയ്യാനുള്ളത് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് മാറ്റിയാൽ അതവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം എന്നുള്ളത് വിതരണം ചെയ്യാതെ വൈകുന്നേരം, അത് നൊയമ്പിന് മുറിച്ചതിന് ശേഷം നിലയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ സുഖമായിട്ട് ഈ നൊയമ്പാചരണം നടത്തുന്ന ആൾക്കാർക്ക് അത് സാധിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ പോപ്പുലേഷനും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതിൽ ഭൂരിപക്ഷം പേരും നൊയമ്പ് ആചരിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്നത് എന്നെ കാണാൻ വേണ്ടി വന്ന വൃദ്ധരായിട്ടുള്ള ഒരു ദമ്പതിമാരുടെ ഒരു അഭ്യർത്ഥനയെ തുടർന്നാണ്. ഞാൻ അതുവരെ എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യം ആലോചനയിൽ വന്നതേയില്ല. കാരണം എപ്പോഴും നോമ്പാചരണത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മേജർ ജയിലുകളിലാണ്. ചെറിയ ചെറിയ ജയിലുകളിലൊന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ വലിയ ഗൗരവത്തോടു കൂടി ആരും പരിഗണിക്കാറില്ല. പക്ഷേ ഈ സൂപ്രണ്ട് മുറി 2ാമത്തെ നിലയിലാണ്. ആ സൂപ്രണ്ട് മുറിയിലേക്ക് വൃദ്ധരായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ഒരു ഉമ്മയും ബാപ്പയും വന്നു. അവർ വന്നിട്ട് എന്നെ വന്ന് കണ്ടു. അവരുടെ മകൻ ഈ ജയിലിൽ കിടപ്പുണ്ട്, ഏതോ കേസിൽപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ രണ്ടുപേരും എന്നെ കണ്ടിട്ട് വളരെ വിനയപൂർവ്വം, വളരെ അധികം അപേക്ഷാ സ്വരത്തിൽ എന്നോട് ഒരാവശ്യമായിട്ട് പറഞ്ഞത്, നൊയമ്പ് പിടിക്കുന്നതിനുള്ളൊരു അവസരം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നൊയമ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഈ ജയിലിലൊക്കെ ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ട് ഭക്ഷണ വിതരണത്തിൻ്റെ കാര്യത്തിനകത്തൊരു ചെറിയ സൗജന്യം സൂപ്രണ്ട് അനുവദിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും, അത് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പ്രായമായവരാണ്, 2 പേർക്കും 70 വയസ്സിനോട് അടുപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. വൃദ്ധരായിട്ടുള്ള ആ മനുഷ്യരുടെ വിനയപൂർവ്വമായിട്ടുള്ളൊരു അപേക്ഷ എനിക്കങ്ങോട്ട് ഉപേക്ഷിക്കാനേ സാധിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, എത്ര പേരുണ്ടെന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം ഞാൻ ആലോചിക്കാം, ഇത് ഞാൻ പറഞ്ഞു. അവരെ ഞാൻ സമാധാനിപ്പിച്ച് വിടുകയും ചെയ്തു. അപ്പോൾ അതിനടുത്ത ദിവസം ഈ നൊയമ്പാചരണത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൃത്തിയുള്ള പായ വേണം. ആവശ്യത്തിന് അന്നേരം വായിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഖുറാനുകളുടെ അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ എണ്ണം ആണ്. അതുപോലെ തന്നെ നൊയമ്പിന് സമയത്ത് ഇമാമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ വേണം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ
ജീവനക്കാരോടൊക്കെ ഞാൻ ആലോചിച്ചത് എന്താ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർ പറഞ്ഞു സാർ കുഴപ്പമില്ല, നമുക്ക് സാറ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നടപടികൾ എടുക്കാം. അപ്പോൾ അങ്ങനെ ആലോചിച്ചു. പക്ഷെ ഞാൻ ഈ തീരുമാനം എടുക്കുകയാണ് എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് ഈ നഗരത്തിൽ അല്ലെങ്കിൽ ആ പട്ടണത്തിൽ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അവരറിഞ്ഞതിന് ശേഷം അവർ വലിയ സന്തോഷത്തോടു കൂടി അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ അവർ വന്നതിന് ശേഷം ഞങ്ങളുടെ പറഞ്ഞു എന്താണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്, അത് ഞങ്ങൾ തരാം, സാറ് അത് അനുമതി കൊടുക്കുമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പുതിയ പായകൾ 100-120ഓളം തടവുകാരുണ്ട്, അവർക്കെല്ലാം ഉപയോഗിക്കാൻ, അത് നൊയമ്പ് പിടിക്കുന്നവരും അല്ലാത്തവരും മറ്റു മതസ്ഥർക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയ പായകൾ കൊണ്ടുതന്നു. അതുകൂടാതെ അവർ ഈ നൊയമ്പ് മുറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫലങ്ങൾ, പഴങ്ങൾ, അത് എല്ലാ ദിവസവും ഈ തരിക്കഞ്ഞി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. അവരെനിക്ക് സമ്മാനമായിട്ട് തന്ന അത്തരത്തിലുള്ള ഈ ഖുറാൻ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ വശമുണ്ട്. ഖുറാനുകളുടെ എണ്ണം 10-15ഓളം ഖുറാനുകൾ അവർ ഓരോ മുറിയിലും ഓരോരുത്തർക്ക് ഉപയോഗിക്കത്തക്ക പാകത്തിൽ അത് എത്തിച്ചു തന്നു. അപ്പം ഇതിനകത്ത് പലപ്പോഴും മറ്റ് മതസ്ഥരായിട്ടുള്ള തടവുകാരും ഈ നോയമ്പിൻ്റെ ആചരണത്തിൽ പങ്കാളികളാവുകയും അതിന് സഹായം കൊടുക്കുകയും നോമ്പ് ആചരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും വലിയ രീതിയിൽ സൗഹാർദ്ദത്തോടു കൂടി ആ 30 ദിവസം ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത് എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. മഞ്ചേരിയിൽ പോസിറ്റീവായിട്ടുള്ള ഈ കാര്യം നടക്കുമ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദമേറ്റിയ മറ്റൊരു കാര്യം അവിടുത്തെ ഒരു അന്തേവാസിയുടെ മരണം സംഭവിച്ചാണ്. ആ മരണം സംഭവിക്കുമ്പോൾ ആ തടവുകാരനെ കൃത്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേരി ജില്ലാ ആശുപത്രി തൊട്ടടുത്താണ്. അവിടേക്ക് തടവുകാരനെ കൊണ്ടുപോകുന്നത് നമുക്ക് വലിയ ഭാരമേറിയ ഒരു ജോലിയൊന്നുമല്ല. അത് കൃത്യമായിട്ട് നടന്നും വരുന്നുണ്ട്. ഇയാളെ ഒരു 3-4 തവണയെങ്കിലും തുടർച്ചയായിട്ട് ആശുപത്രിയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ 3-4 തവണ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം മടങ്ങി വന്ന ഒരു പ്രതിയാണ്. പക്ഷെ അയാൾ രാവിലെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ കണ്ടതിന് ശേഷം മടങ്ങി വന്ന ഈ പ്രതി ഒരു 11-11:30 മണിയോടുകൂടി വീണ്ടും ശരീരം മുഴുവൻ ഇങ്ങനെ ഷിവർ ചെയ്യുകയും എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. അയാൾക്ക് നമ്മുടെ ജീവനക്കാരും മറ്റ് സഹതടവുകാരും ഒക്കെ കഞ്ഞിവെള്ളം, ചൂടുള്ള കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാൾക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പെട്ടെന്ന് അയാളുടെ സ്ഥിതി വളരെ മോശമാകുന്നു. അപ്പം അങ്ങനെ മോശമായ ആളിനെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞു. അത് ജീവനക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ജീപ്പും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അയാൾ ഗേറ്റിൽ അയാളെ ഈ സ്ട്രക്ചറിൽ ഇങ്ങനെ അയാൾ കിടക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ചെന്നിട്ട് അയാളെ പേര് വിളിക്കുന്നുണ്ട്. ആ പേര് വിളിക്കുന്ന സമയത്ത് അയാൾക്ക് ആ പേര് 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ അയാൾ ആ പേരിനെ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വളരെ പെട്ടെന്ന് അയാളുടെ ശരീരം ആകെ ഒന്ന് കിടുങ്ങി അയാളുടെ മരണം സംഭവിക്കുകയാണ്. എൻ്റെ വിളി കേട്ടതിന് ശേഷമാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ മരിച്ചു എന്നുള്ള കാര്യം അറിയാം, എന്നാലും ജയിലിൻ്റെ നടപടികളനുസരിച്ച് എത്രയും പെട്ടെന്ന് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നതിന് ശേഷം അയാളെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ബ്രോഡ് ഡെഡ് എന്നുള്ളതാണ്. ജയിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ മരിച്ച നിലയിൽ എത്തിച്ചു എന്നുള്ളതാണ് പരിശോധനയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഒരു വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ജയിലിലെ അന്തേവാസി ജയിലിനുള്ളിൽ മരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. അത് ഒരു അന്വേഷണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതിന് സ്വാഭാവികമായിട്ട് ഒരു മരണം സംഭവിക്കുമ്പോൾ അസ്വാഭാവിക മരണത്തിൻ്റെ കേസ്, അതിൻ്റെ പുറത്ത് ഒരു അന്വേഷണം, ജുഡീഷ്യൽ എൻക്വയറി, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ജയിലിലെ അന്തേവാസി മരിക്കുമ്പോൾ അത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ ഫിലിമിങ്, അതുപോലെ ഇൻക്വസ്റ്റ്, അത്തരത്തിലുള്ള എല്ലാ നടപടികളും കൃത്യമായിട്ട് പാലിക്കണം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നിവർക്ക് 24 മണിക്കൂറിന് റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതെല്ലാം നിർവഹിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതൊരു ഗൗരവമുള്ള സാഹചര്യമാണ്. ഒരു അന്തേവാസിയെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മരിച്ച നിലയിൽ എത്തിക്കുക എന്ന് പറയും. ബന്ധുക്കളിൽ നിന്ന് വലിയ രീതിയിലുള്ള പരാതിയുണ്ടായി.
പ്രദേശവാസികളിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം വന്നു. ആ അന്വേഷണം ദീർഘിപ്പിക്കേണ്ടി വന്നു. ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജയിലിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല. അത് 4 തവണയെങ്കിലും അദ്ദേഹത്തെ ആ മരണം സംഭവിച്ച ദിവസം പോലും അയാളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര പരിശോധന നടന്നിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് പറ്റിയൊരു കുഴപ്പം. ഈ 4 തവണ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും ഒരിക്കൽ പോലും അയാളുടെ ബ്ലഡ് പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അക്യൂട്ടായിട്ടുള്ള ജോണ്ടിസിൻ്റെ ഒരു അവസാന അവസ്ഥയിലാണ് അയാൾ മരണപ്പെടുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് വലിയ വേദനയും വിഷമവും ഒക്കെ ഉണ്ടാക്കിയ, എൻ്റെ മാനസിക സമ്മർദ്ദം ഒരുപാട് വർദ്ധിപ്പിച്ച ഒരു പ്രശ്നമായിപ്പോയി. കാരണം ജയിലിനെക്കുറിച്ച് എല്ലാ നല്ല വാർത്തകളും വരുമ്പോൾ ജയിലിൻ്റെ ഒരു നടപടിയെ അല്ലെങ്കിൽ ജയിലിൻ്റെ അന്തേവാസിയുടെ മരണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും പ്രതിഷേധവും അതുപോലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മളുടെ അന്വേഷണത്തിലും മറ്റു കാര്യത്തിലുമൊക്കെ നമ്മളുടെ വീഴ്ചകളല്ല എന്നുള്ള കാര്യം തിരിച്ചറിയപ്പെട്ടെങ്കിലും ഞാൻ മഞ്ചേരി സബ് ജയിലിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്ന ദിവസമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ എന്നെ ഒരു വിഷമാവസ്ഥയിലെത്തിച്ച ഒരു കാര്യമാണ്. അന്ന് വൈകുന്നേരം ഞാൻ പുതിയ സൂപ്രണ്ടിനെ ചാർജ് ഏൽപ്പിച്ച് പോവുകയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുതിയ സൂപ്രണ്ടിന് ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇത് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഒരു അക്യൂസേഷൻ എന്നുള്ള കേസല്ല, ഒരു അക്യൂസേഷനും ഉണ്ടായിരുന്നില്ല അതിൻ്റെ പുറത്ത്. മറിച്ച് അന്വേഷണ നടപടികൾ, അത് RDOയുടെ അന്വേഷണം, അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ എനിക്ക് അവിടെ പോകേണ്ടി വരികയും അതിൻ്റെ തെളിവ് കൊടുക്കേണ്ടി വരികയും മൊഴി നൽകേണ്ടി വരികയും അതിൻ്റെ രേഖകൾ ഹാജരാക്കേണ്ടി വരികയൊക്കെ ചെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊന്നും അത് പോയില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായതുമില്ല. അവർക്ക് ഈ പ്രതിഷേധം ഉന്നയിച്ച എല്ലാ ആൾക്കാർക്കും നമ്മളുടെ സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. പക്ഷേ അത് ആ ദിവസമായി പോയി എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. മഞ്ചേരിയിൽ നിന്നുള്ള എൻ്റെ സ്ഥലം മാറ്റം വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ്. മധ്യമേഖലയിലെ സെൻട്രൽ ജയിൽ എന്നുള്ള രീതിയിൽ അതിന് പ്രാധാന്യമുള്ള ജയിലാണ്. മറ്റ് 2 ജയിലുകൾക്കും ഇല്ലാത്ത അല്ലെങ്കിൽ അതിനോട് സമാനമല്ലാത്ത ഒരു സ്ട്രക്ചറിലാണ് വിയൂർ സെൻട്രൽ ജയിൽ നിർമ്മിച്ചിട്ടുള്ളത്. വിയൂർ സെൻട്രൽ ജയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും 1914 അത് നേരത്തെ എറണാകുളത്തുണ്ടായിരുന്ന ജയിൽ, അതുപോലെ തന്നെ അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടുണ്ടായിരുന്ന ജയിൽ, കൊച്ചി രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ജയിൽ പിന്നീട് ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയായിരുന്നു സെൻട്രൽ ജയിൽ എന്നുള്ള രീതിയിലേക്ക്. അത് സാധാരണ ഈ 2 സെൻട്രൽ ജയിലുകൾക്കും ഉള്ള രീതികളിൽ നിന്ന്, സാധാരണ സെൻട്രൽ ജയിലുകൾ മധ്യത്തിൽ, ഒരു ജയിലിൻ്റെ മധ്യത്തിൽ ടവറോട് കൂടിയതാണ് സെൻട്രൽ ജയിലുകൾ. അത് തിരുവനന്തപുരത്തായാലും കണ്ണൂരായാലും മധ്യത്തിലാണ് അതിൻ്റെ ടവറുകളുള്ളത്. പക്ഷേ വിയൂരിൽ അങ്ങനെ ഒരു ടവറില്ല. ടവർ ഉള്ളത് ജയിലിൻ്റെ മധ്യഭാഗത്തുമല്ല, ടവറിനെ ചുറ്റിയല്ല ബ്ലോക്കുകളുള്ളത്. മറിച്ച് ഓഫീസും അഡ്മിനിസ്ട്രേഷനും ഗേറ്റും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഭാഗത്തിന് അർദ്ധവൃത്താകൃതിയിൽ ആണ് ബ്ലോക്കുകളെ സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഈ 2 ജയിലുകളിലും തടവുകാരെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഗാലോസ് ഉള്ളപ്പോൾ ഈ വിയൂരിൽ അതിനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അതും അല്ല, അതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആ സമയത്ത് ഞാൻ വിയൂരേക്ക് മാറി വരുന്ന സമയത്ത് വിയൂർ സെൻട്രൽ ജയിൽ ഒരു ഹാബിച്വൽ ജയിലായിട്ട് കണക്കാക്കി ഹാബിച്വൽ തടവുകാരെ കൂടുതലായിട്ട് പാർപ്പിച്ചിരുന്ന ജയിലാണ്. അപ്പോൾ അത് സ്ഥിരം കുറ്റവാളികളെ പാർപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി കാര്യത്തിൽ കുറച്ചുകൂടി കർശനമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ജയിലുകളാണ്. കാരണം സെൽ റൂമുകൾ ഏറ്റവും കൂടുതലുള്ള സെൻട്രൽ ജയിൽ വിയൂർ സെൻട്രൽ ജയിലാണ്. അവിടുത്തെ ഒരു 1-2 പേരെ മാത്രമായിട്ട് പാർപ്പിക്കാവുന്ന മുറിവുകളുടെ എണ്ണം മറ്റ് ജയിലുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അത് ഈ ഹാബിച്വൽ തടവുകാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിന് വേണ്ടി പാർപ്പിക്കാവുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രധാനപ്പെട്ട 4 ബ്ലോക്കുകളിലും സെൽ റൂമുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 സെൻട്രൽ ജയിലുകളിൽ ജോലി ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജയിൽ, അതിൻ്റെ രീതികൾ വ്യത്യസ്തം, അതിൻ്റേതായിട്ടുള്ള അവിടെ വരുന്ന തടവുകാരുടെ രീതി വ്യത്യാസം. തടവുകാർ കൂടുതലും സാധാരണ കേസുകളിൽ പെട്ട അല്ലെങ്കിൽ കാഷ്വൽ തടവുകാരല്ല, അവർ കൂടുതലായിട്ട് ഹാബിച്വൽ തടവുകാരാണ്. അവരോട് പെരുമാറുന്ന രീതികളിൽ നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ രീതിയിൽ ഉള്ള തടവുകാരെ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ കൈകാര്യം ചെയ്യാം, വേറെ വിഷമമൊന്നുമില്ല. അവർ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം
ആ ഒരു സാഹചര്യത്തിൽ മാത്രം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഹാബിച്വൽ തടവുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു കുറ്റത്തിന് വീണ്ടും ഒരു സാഹചര്യം കിട്ടിയാൽ അവർ ആ കുറ്റം തന്നെ ആവർത്തിക്കാൻ ഉള്ള സാധ്യതയുള്ളവരാണ്, അങ്ങനെ പെരുമാറുന്നവർ. ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള തടവുകാരുടെ അടുക്കൽ പെരുമാറുന്ന രീതിയും ഇവരോട് പെരുമാറുന്ന രീതിയിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് നമ്മളോട് ജോലി ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവുക. നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് വേണം നമ്മൾ ആ പെരുമാറ്റം രൂപീകരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു കാര്യം, കുറേ ബംഗ്ലാദേശി തടവുകാരായിട്ടുള്ള ആൾക്കാരുടെ ആധിക്യം ആ സമയത്തുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അവർ സ്വതന്ത്രരായി പോകേണ്ട സമയം കഴിഞ്ഞതിന് ശേഷവും നമുക്കവരെ ഡീറ്റെയിൻ ചെയ്ത് നിലനിർത്തേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നത്. അവരൊരു 18-20ഓളം പേരുണ്ടായിരുന്നു.